അവളുടെ അണ്ടിയും വിറ്റ് ഞാൻ ബോംബെക്ക് പോയി. അണ്ടി വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങി. ഈ കാണുന്നതെല്ലാം നേടി. അവക്ക് എവിടെ നിന്നാ അണ്ടി? അപ്പുറത്തെ രാമുവിന്റെ പറമ്പിൽ നിന്ന് പറക്കിയത്. രാമുവിന്റെ അണ്ടി അവൾ മോഷ്ടിച്ചു, അവളുടെ കയ്യിൽ നിന്ന് അണ്ടി നീ മോഷ്ടിച്ചു. അതെ, തെറ്റുപറ്റി. എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. അന്ന് അണ്ടി വിറ്റ് കിട്ടിയ കാശിന്റെ പലിശയും പലിശയുടെ പലിശയും കൊടുക്കണം. നീ അണ്ടിയും കൊണ്ട് അവിടം വരെ ഒന്ന് ചെല്ലാം. അതല്ലാതെ വീട്ടിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. നീ എന്താണ് ഉദ്ദേശിച്ചത്? എടാ, അണ്ടി വിറ്റ കാശും കൊണ്ട് നീ അവിടം വരെ പോണോന്ന്. അങ്ങനെ? ആ, അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആയിരുന്നു. അത് ഞാൻ ഏറ്റു. അണ്ടി വിറ്റ കാശും കൊണ്ട് പോണോന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ നിന്നെ വിശ്വസിച്ചാണ് അങ്ങോട്ട് അയക്കുന്നത്. നീ അവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. നല്ല തങ്കപ്പെട്ട പെണ്ണാണ്, അറിയാലോ. ആരവളാ? കെട്ടിയവനല്ലാതെ അവള് വേറെ ഒരുത്തനെ ഇന്ന് വരെ നോക്കിയിട്ട് പോലും ഇല്ല. അവക്ക് ഇപ്പോഴേ 4-5 ഭർത്താക്കന്മാരും 10-18 മക്കളും ഉണ്ട്. അത് നിനക്കറിയാവോ? മൈ ഗോഡ്, അങ്ങനെയൊക്കെ ഉണ്ടായ? ഞാൻ അങ്ങ് ഉഗാണ്ടയിലായിരുന്നോണ്ട് ഇവള് പിഴച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. ഓ വാ, ഉഗാണ്ടയിൽ പോയിരുന്നു? അണ്ടികളുടെ പർദീസ ആണോ? സത്യം പറയല്ലോ, അവിടെ നല്ല കറുത്ത മുഴുത്ത അണ്ടികളുണ്ട്. അല്ല, സാധാരണ അണ്ടികൾ ബ്രൗൺ കളറല്ലേ? നോ, അവിടെ നല്ല കറുത്ത മുഴുത്ത അണ്ടികളാണ് അവിടെ നിന്ന് വരുന്നത്. നേരിട്ട് പരിചയമുണ്ടോ? എന്റെ പൊന്നു മച്ചാനെ, നീ കുരുക്കി കളഞ്ഞല്ലോ. ഈ അണ്ടിയെല്ലാം വരുന്നത് ഉഗാണ്ടയിൽ നിന്ന് നേരിട്ട് നമ്മുടെ അണ്ടികളുടെ പർദേശയായ എവിടെ, കേരളത്തിലും വരുന്നുണ്ട്, കൊല്ലത്ത്. അതറിയാമോ നിനക്ക്? കൊല്ലത്ത് നമ്മുടെ കേരളത്തിൽ അണ്ടികൾ ഇവിടെ നിന്നാണ് പാക്ക് ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്ന് പോകുന്നത്. ഓ, അങ്ങനെയാണ് അണ്ടി ഉണ്ടായത്. യെസ്, അതാണ് അണ്ടിയുടെ ചരിത്രം. Hey, sexy lady.